പഞ്ചഭൂതം ഒരു പഴയ ആശയം മാത്രമാണോ അതോ നമ്മൾ മറന്നുപോയ ജീവിതശാസ്ത്രമാണോ? ഇന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനായിട്ട് വി ഹാവ് സമ്മൺ ഹൂ ബ്രിങ്സ് ക്ലാരിറ്റി ടു ഓൾ കോംപ്ലെക്സ് ഐഡിയാസ്. ലെറ്റ്സ് വെൽക്കം ശരത് ഹരിദാസൻ. ശരത്തേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു ചോക്ഡായിട്ടുള്ള ഒരു ഷെഡ്യൂൾ നടക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് എനിക്ക് തന്നത് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും നമ്മുടെ കൂടെ ഒരു പർട്ടിക്കുലർ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ശരത്തേട്ടൻ അത് അക്സെപ്റ്റ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. എപ്പോഴും നല്ല ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉത്തരം പറയാനൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ടത് എന്താ പറയുക, എനിക്കും വളരെ ഒരു ഷെഡ്യൂളിൻ്റെ വിഷയമല്ല, അത് താല്പര്യമുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാൻ ഉള്ളൊരു സന്തോഷം എനിക്കുമുണ്ട്. താങ്ക് യു ശരത്തേട്ട. ഒരു തുടക്കമായിട്ട് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ കോൺസെപ്റ്റിന് തന്നെ പഞ്ചഭൂതം എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഭൂതം എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് സ്പേസ്, ഒരു പേടി എല്ലാവർക്കും ഉള്ളതാണ്. ബേസിക്കലി ഒരു ഇതുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ഭൂതം എന്നുള്ള ഒരു ടാഗ് വരാൻ കാരണം, പഞ്ചഭൂതം എന്ന് വരാൻ കാരണം? ആദ്യം പലർക്കും പഞ്ചഭൂതം എന്താണെന്നറിയില്ല. ഭൂതങ്ങളാണ് അല്ലേ, 5 ഭൂതങ്ങൾ എന്ന സങ്കല്പത്തിലാണ് പറയാം. നമ്മൾ നാടൻ ഭാഷയിൽ ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഭൂതം, പേയ്, പിശാച് എന്നൊക്കെ പറയണ ആ ഒരു, അല്ലെങ്കിൽ ഭൂതഗണങ്ങൾ എന്നൊക്കെ പറയണ വളരെ രൗദ്ര സ്വഭാവമുള്ള ദേവതകളായിട്ടുള്ള അങ്ങനത്തെ ശക് ഫോഴ്സസിനെയാണ് സാധാരണ ജനത്തിനറിയാം. അതുകൊണ്ട് പെട്ടെന്ന് ഭൂതം എന്ന് പറഞ്ഞാൽ ഒരു പ്രേതം, ഭൂതം എന്നൊക്കെ പറയണ ആ തരത്തിലേക്ക് ഭയപ്പെടുത്തുന്ന വാക്കുകളിലേക്ക് പോവുകയാണ്. അതിപ്പോൾ ഈ യക്ഷി എന്നൊക്കെയുള്ള വാക്കുകൾ കേരളത്തിൽ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലേക്ക് വന്ന മാതിരിയാണ്. ശരിക്ക് യക്ഷി, ഭൂതം, ഈവൻ പ്രേതം എന്ന വാക്ക് പോലും യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ഇല്ല, അതിലൊരു ഭയാനകതയുടെ വിഷയമില്ല. പ്രേതം വെച്ചാൽ ദൂരേക്ക് പോയതെന്നേ അർത്ഥമുള്ളൂ, ദൂരേക്ക് പോയത്, വിട്ടുപോയതെന്നേ അർത്ഥമുള്ളൂ. ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായതെന്നേ അർത്ഥമുള്ളൂ. ദാറ്റ് വിച്ച് ഹവ് കം ഇൻ ടു എക്സിസ്റ്റൻസ്, അസ്തിത്വം ഉണ്ടാവുക, മാനിഫെസ്റ്റ് ആവുക, ഉത്ഭവിക്കുക, നമ്മുടെ അനുഭവത്തിൽ വരിക. ഇതൊക്കെയാണ് ഭൂ എന്നുള്ള സംസ്കൃത ആ ശബ്ദം കൊണ്ട് തം ഉണ്ടായി വന്നിട്ടുള്ള അതിനെ. അപ്പോൾ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ, പ്രപഞ്ചമായി നിൽക്കുന്നുണ്ടോ, അത് ഭൂതം. അതാണ് ശരിക്കും. അങ്ങനെ നമ്മളൊക്കെ ഭൂതങ്ങളാണ്. സകല ചെടി, മരം, കല്ല്, ലൈറ്റ് എന്തും ഭൂതമാണ്. പക്ഷെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട്, അത് നിർമ്മാണത്തിലെ ഘടകങ്ങൾ നമ്മളെ എന്തുകൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്, ചേരുവ. അതായത് ഇപ്പം നമ്മൾ ഒരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ സബ്സ്റ്റൻസ് കൊണ്ടാണ്, എന്തൊക്കെ പദാർത്ഥങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണം നോക്കുമ്പോൾ നമുക്കിപ്പോൾ പല പദാർത്ഥങ്ങളുണ്ടാവും പലതിലും. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറൊന്നില്ല എന്ന തരത്തിലേക്ക് നമ്മളതിനെ ഹരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ സൂക്ഷ്മത്തിൽ പോയി നോക്കുമ്പോൾ 5 എണ്ണത്തിനെ കൊണ്ടാണ് ഈ കാണായ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പഞ്ചം പ്രപഞ്ചഭൂത, അതാണ് ഈ പഞ്ചഭൂതം. പ്രപഞ്ചം പ്രകർഷയാണ്, വിശേഷമാണ്. ഏറ്റവും ആദ്യമുണ്ടായതും ഏറ്റവും വിശേഷമായിട്ടുള്ളതും എല്ലാറ്റിൻ്റെയും ഫണ്ടമെൻ്റലായിട്ടുള്ളതും അടിസ്ഥാനമായിട്ടുള്ളതുമായിട്ടുള്ള 5 എലമെൻറ്റുകൾ അഥവാ ഭൂതങ്ങൾ. ഇംഗ്ലീഷിലതിനെ എലമെൻ്റ് എന്നാണ് പറയുക അവർ. അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അവർക്ക് പഞ്ചഭൂത സമ്പ്രദായമൊന്നുമില്ല. നമ്മുടെ ഭാരതീയമായിട്ടേ പഞ്ചഭൂത സമ്പ്രദായമുള്ളൂ. ആ 5 എലമെൻറ്റുകളും ചൈനക്കാർക്കുണ്ട്, ബിക്കോസ് ഓഫ് ഇൻഫ്ലുവൻസ്. ഈ 2 തോട്ടുകളും തമ്മിൽ ഈസ്റ്റേൺ തോട്ടിലാണുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഭൂതങ്ങൾ, അതിനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് പ്രപഞ്ചം. അതുകൊണ്ടാണ് പഞ്ചം എന്ന വാക്ക് അവിടെ വരുന്നത്, മനസ്സിലായില്ലേ? ആ പഞ്ചം എന്താ, ആ പഞ്ചഭൂതം ഏതാ എന്ന് ചോദിച്ചാൽ അതിനൊരു ക്രമം പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ. എന്തും സ്പേസിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. എന്തും സ്പേസിൽ നിന്നുണ്ടാവുക. സ്പേസ് ഇല്ലാണ്ട് ടൈമിനും ഈവൻ മാറ്ററിനും ഒന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പേസ്. ഈ സ്പേസിനെ സംസ്കൃതത്തിൽ പറഞ്ഞ വാക്കാണ് ആകാശം. അതാണ് ഒന്നാമത്തെ ഭൂതം. അതിന് ഈഥർ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഫാർഫെച്ച്ഡ് ഐഡിയയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ മതി.
ആകാശഭൂതമാണ് ഒന്നാമത്തെ ഭൂതം. ആകാശത്തിനെ ഫില്ല് ചെയ്യണം. ആകാശം വെറൊരു സ്പേസ് മാത്രം. ആദ്യത്തെ ഫില്ലിങ് നടക്കുന്നത് രണ്ടാമത്തെ ഭൂതത്തെ കൊണ്ടാണ്. ആകാശത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള, അതിൽ തന്നെ വ്യാപിച്ച് നിൽക്കുന്ന വായു. ആകാശവും വായുവും തമ്മിലുള്ള ഘർഷണം കൊണ്ട്, വായുവിൻ്റെയും ആ ആകാശത്തിലുള്ള വായുവിൻ്റെ തമ്മിലുള്ള അതിൻ്റെ തന്മാത്രകളുടെയൊക്കെ ഘർഷണവും ഇടപെടലുകളും കൊണ്ട് അതിൽ നിന്ന് അഗ്നി ഉണ്ടാവും. ഫ്രിക്ഷൻസ് ഉണ്ട്. ഫ്രിക്ഷൻ, ഘർഷണം വെച്ചാൽ ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പോൾ ആകാശത്തുനിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. ഇടിമിന്നൽ എങ്ങനെ ഉണ്ടാവണം? ഇടിമിന്നൽ വായു കാരണം ഉണ്ടാവണം. തണുപ്പും ചൂടുമുള്ള വായു കൂട്ടിയിടിക്കുമ്പോൾ അതാണല്ലോ അതിൽ ജലത്തിൻ്റെ അംശങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പോൾ ആകാശം, വായു, അഗ്നി, അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടാവുന്നത്. ഇടിമിന്നലുകളെ കൊണ്ടാണ് മഴ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഒരു പഴയ നോഷനുണ്ട്. ശരിക്കും സൂര്യൻ്റെ താപം വന്ന് വെള്ളം ആവിയായിട്ട് മുകളിൽ പോകണമെങ്കിൽ ആദ്യം വെള്ളം ഇവിടെ ഉണ്ടാവണമല്ലോ. എങ്ങനെ ഇത് ആദ്യം ഉണ്ടായി? ഈ H2O എന്ന് പറഞ്ഞ മോളിക്യൂൾസ് എങ്ങനെ ഉണ്ടായി? അതിന് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ഒരു തരം ഇലക്ട്രിക്കൽ കറൻറ്റുകൾ കടന്നു പോയിട്ടാണ്. അത് അഗ്നിയാണ്. ഇലക്ട്രിസിറ്റി അഗ്നിയാണ്. അഗ്നിയുടെ ഒരു ഫോമാണ് ഇലക്ട്രിസിറ്റി. ജീവൻ ഭൂമിയിലുണ്ടായതും അമിനോ ആസിഡ്സ് ഉണ്ടായതും ഒക്കെ ഇടിമിന്നലാണ് കാരണം. നിരന്തരമായിട്ട് ഭൂമിയിലേക്ക് ഇടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്നത്തെ മാതിരി എന്തെങ്കിലും മഴ വരുമ്പോഴല്ല, ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ ചാർജ് അടിക്കുക. ഭൂമിയുടെ ആദ്യത്തെ ആ ഒരു 440 മില്യൺ ഇയേഴ്സ് മുമ്പുള്ള അതിൻ്റെ ഒരു അവസ്ഥ, അത് ജനിച്ച സമയത്ത് എന്ന് പറയുന്നൊരവസ്ഥ. അപ്പം നമ്മൾ പറയും 440 മില്യൺ വർഷങ്ങൾ എന്നതിനെ ചുരുക്കുക, അതിനെ ഒരു 10 മില്യൺ വർഷങ്ങളെ ഓരോ വയസ്സായിട്ട് ചുരുക്കുക. അമ്മയ്ക്ക്, ഭൂമിക്ക് ഇപ്പോൾ 44 വയസ്സാണ്. ഇതിൽ അമ്മയ്ക്ക് 40 വയസ്സായിരുന്നപ്പോഴാണ് ഡയനോസോറുകൾ ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ടുള്ളൂ മനുഷ്യനുണ്ടായിട്ടെന്ന്. അപ്പോൾ അതാണ് ഭൂമിയുടെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് പക്ഷേ എന്നുണ്ടായെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എത്രയോ മില്യൺ ഇയേഴ്സ് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഭാരതീയ ശാസ്ത്രങ്ങളിൽ ആകാശവും വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലമാണ് ഉണ്ടാവുന്നത്. ജലമാണ് ജീവനെ ഭൂമിയിലേക്ക് എത്തിക്കുന്നത്. ഈ ആകാശത്തുള്ള എന്താ പറയുക, സോൾട്ടുകളും അല്ലെങ്കിൽ എല്ലാ മൂലകങ്ങളെയും ഭൂമിയിലേക്ക് എത്തിക്കുന്ന മഴയാണ്. ജലം വന്നു. ജലം എന്ത് ചെയ്യുന്നു? ജലത്തിൽ നിന്നാണ് പൃഥ്വി ഉണ്ടാവണം എന്നുള്ള സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ളത് എന്തുവാണ് ഈ പൃഥ്വി എലമെൻ്റ്, അല്ലാണ്ട് ഭൂമി എന്നുള്ള അർത്ഥമല്ല. വാസ്തവത്തിൽ ഈ 4 എണ്ണത്തിൻ്റെ ഈ എസെൻസ് പൃഥ്വി പറയുന്ന 5ാമത്തെ എലമെൻറ്റിലുണ്ട്. ആകാശമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്. 5ാമതായിട്ട് സ്റ്റാൻഡ് അലോണായിട്ട് പൃഥ്വി. ഈ 5 ഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നിർമ്മിച്ചിരിക്കണം എന്നുള്ളതാണ് സിദ്ധാന്തം. അതാണ് പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതില്ലാണ്ട് സൃഷ്ടിയില്ല. ഏതെടുത്താലും, എങ്ങനെ ഇപ്പോൾ മോഡേൺ സയൻസിൻ്റെ കണ്ണിലെടുത്തു കഴിഞ്ഞാലും ഈ 5 എലമെൻറ്റുകൾ ഡിസ്പ്യൂട്ട് ചെയ്യാൻ ആർക്ക് സാധിക്കില്ല. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൻ്റെ ആണ്, ഫുൾ മാസ്സായിട്ട് വരുന്നതാണ് പൃഥ്വി. ഇതിൻ്റെ ഇടയിലുള്ള ഇൻ്റർസ്റ്റേറ്റുകൾ കംപ്ലീറ്റ്, ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകളാണ് കംപ്ലീറ്റ് വരുന്നത്. അതായത് വായു വരുന്നു, ജലം വരുന്നു, അഗ്നി വരുന്നു, ജലം വരുന്നു. ഇങ്ങനെ 5 ഭൂതങ്ങൾ. അപ്പോൾ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത്, നമുക്ക് അനുഭവത്തിൽ വരുന്നത്, ഇതൊക്കെ അനുഭവത്തിൽ വരും. ആകാശം അനുഭവത്തിൽ വരും, ഇത് അനുഭവത്തിൽ, വായു അനുഭവത്തിൽ വരും, അഗ്നി അനുഭവത്തിൽ വരും, ജലം അനുഭവത്തിൽ വരും, പൃഥ്വി അനുഭവത്തിൽ വരും, അല്ലേ? പിന്നെ അത് മാത്രമല്ലാതെ ഇതുണ്ടായത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. മാനിഫെസ്റ്റ് ആയതാണ്, ഉത്ഭവിച്ചതാണ്. അതുകൊണ്ടും ഭൂതം 3 അർത്ഥമാണ് അത് വരണത്. ഇത് ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. ആകാശത്തിന് ശബ്ദമാണ് ആകാശത്തിൻ്റെ ഗുണം. ശബ്ദം സഞ്ചരിക്കണമെങ്കിൽ സ്പേസ് വേണം. സ്പേസിലാണ് സഞ്ചരിക്കുന്നത്. അതിൽ വായുവും വേണം, എന്നാലേ സഞ്ചരിക്കുള്ളൂ. പക്ഷെ വായു നമുക്ക് ഗന്ധമായിട്ട് അനുഭവപ്പെടണം. അതുകൊണ്ട് ഗന്ധം വായുവിൻ്റെ ഗുണമാണ്. അതേപോലെ അഗ്നി എന്താ പറയുക, രൂപമാണ്, കാഴ്ച, വെളിച്ചമാണ് അഗ്നി തരുന്നത്, അല്ലേ? ജലം ടേസ്റ്റാണ്, രസം. പൃഥ്വിയെ തൊടാം, സ്പർശിച്ചറിയാം. അതുകൊണ്ടാണ് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ 5 സെൻസസ്. ഇതിനെ പഞ്ചതന്മാത്ര എന്ന് പറയും. പഞ്ചഭൂതങ്ങളുടെ ക്വാളിറ്റീസ് 5 തന്മാത്രകളും. അത് നമ്മൾ പറഞ്ഞ തന്മാത്ര മോളിക്യൂളല്ല.
തനതായിട്ടുള്ള അളവുകോല് എന്നർത്ഥം. എങ്ങനെയാണ് ആകാശത്തിൻ്റെ തനതളവുകോല്? തന്മാത്ര, ആ അളവുകോല്. ആകാശത്തിന് ആ ശബ്ദം, വായുവിന് ഗന്ധം, അഗ്നിക്ക് രൂപം, ജലത്തിന് രസം, പൃഥ്വിക്ക് സ്പർശം. ആണ് നമ്മൾ ദേവിക്ക് പഞ്ചഭൂതാത്മിക, പഞ്ചതന്മാത്ര സായക എന്നൊക്കെ നമ്മൾ ലളിതയ്ക്ക് പറയും, ലളിതാപരമേശ്വരിക്കൊക്കെ പറയണതിൻ്റെ അടിസ്ഥാനം ഇതാണ്. പ്രകൃതിയെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പ്രകൃതിയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻസാണ് ഭൂതം. പ്രകൃതിയെ നമ്മൾ തിരിച്ചറിയാൻ ഒരു വ്യക്തിക്ക്, നമ്മളും പ്രകൃതിയാണ്, നമ്മൾ നമ്മുടെ രൂപത്തിനെ തിരിച്ചറിയാനാണ് ആദ്യത്തെ തിരിച്ചറിയൽ. അതാണല്ലോ ഈ ഞാൻ എന്ന ബോധം. അതിൻ്റെ പോലും ബേസിസ് ഈ പഞ്ചഭൂതങ്ങളാണ്. അതാണ് ഭൂതത്തിൻ്റെ പഞ്ചഭൂതങ്ങൾ മഹിമ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പിക്ചർ കിട്ടിയല്ലോ. അതുകൊണ്ട് അത് പ്രേതോ ആ അർത്ഥത്തിലല്ല, സെൻസ് അല്ല. മറ്റു ഭൂതങ്ങളെ അങ്ങനെ ഭൂതം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോലെ ഉണ്ടായി വന്നവരാണ് എന്നുള്ള അർത്ഥത്തിലല്ലാണ്ട് അവർ നമ്മളുടെ പോലെ പ്രകൃതിയിൽ പെടാത്തവരല്ല. ദേ ഓൾസോ ഹാവ് ദെയർ പ്ലേസ് ഇൻ നേച്ചർ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ പേര് അവർക്കും കൊടുത്തിരിക്കുന്നത്. നമ്മളും ഭൂതമാണ്, അവരും ഭൂതമാണ്, അല്ലേ? അവരും പ്രകൃതിയുടെ സൃഷ്ടികളാണ്. ഭൂ എന്ന് പറഞ്ഞ ശബ്ദം തന്നെ ഉണ്ടായതെന്ന് അർത്ഥം. നമ്മൾ സ്വയംഭൂ, തന്നെത്താൻ ഉണ്ടായവൻ എന്ന് പറയണത്. അപ്പോൾ അതുപോലെ എന്ത് തന്നെത്താൻ ഉണ്ടായിട്ടുണ്ടോ, എന്ത് നിലനിൽക്കുന്നുണ്ടോ, എന്തിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ, അസ്തിത്വമുള്ളതൊക്കെ, എക്സിസ്റ്റൻസ് ഉള്ളതൊക്കെ ഭൂത. പഞ്ചഭൂതം ഒരു വിശ്വാസ സമ്പ്രദായമാണോ അതോ ഒരു നിരീക്ഷണ സമ്പ്രദായമാണോ? അതായത് നമ്മൾ വെറും ഒരു ഫെയ്ത്തിൻ്റെ വിഷയമാണോ അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണോ? സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയകാലത്തെ മഹർഷിമാരൊക്കെ ആചാര്യന്മാരൊക്കെ പ്രപഞ്ചം, ഈ ലോകം, അതായത് ഈ വിശ്വം എങ്ങനെ കെമിക്കലി ഉണ്ടായി എന്നല്ല, രാസപരമായിട്ട് എങ്ങനെയാണ് ഉണ്ടായതെന്നല്ല നോക്കിയത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ കെമിസ്ട്രിയാണ് നോക്കുന്നത്. അത് ഇതിൻ്റെ ഘടന, ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ഘടന എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അത് മോർ ഓഫ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻറ്റ് സ്ട്രക്ചറിനെ മാത്രം പോയിട്ട് നോക്കുന്ന ഒരു രീതിയാണ്. എന്നിട്ട് ഓരോന്ന് വേർതിരിക്കുകയാണ്. മഹർഷിമാർ ചെയ്തതല്ല, അവർ ഘടന എന്താ നോക്കി, ആ ഘടനകളുടെ ഉള്ളിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഹൗ ദിസ് യൂണിവേഴ്സ് ബിഹേവ്സ് എന്നാണ് നോക്കിയത്. എങ്ങനെയാണ് പെരുമാറണത് എന്ന് നോക്കി. ഈ പെരുമാറണം നോക്കുന്നത് നിരീക്ഷണത്തിൻ്റെ വഴിയാണ്, സങ്കല്പത്തിൻ്റെ വഴിയല്ല. എന്തെങ്കിലും അങ്ങോട്ട് ഡിസൈഡ് ചെയ്യുക, ഇതിങ്ങനെയാണ് എന്നങ്ങോട്ട് സങ്കല്പിച്ചതല്ല. 5 ഭൂതങ്ങളേ ഉള്ളൂ, 6ാമതൊന്നില്ല, ഇതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെ പറഞ്ഞല്ല. അവർ നിരീക്ഷിച്ചു. നിരീക്ഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്ന്, അടിസ്ഥാനമായിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്ന് അന്വേഷിക്കുകയല്ല അവർ ചെയ്ത്, അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച്. എന്തിനാ തത്വങ്ങൾ അന്വേഷിച്ച്? ഈ ലോകം എങ്ങനെ പെരുമാറുന്നു എന്നറിയാൻ. കാരണം ഈ ഓരോ ഭൂതത്തിനും ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവം വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഞാനത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആകാശം എടുക്കുക. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായ സാധ്യതകൾ, എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ആകാശത്തിൻ്റെ 2 പ്രോപ്പർട്ടികൾ. പ്രകൃതിയിൽ അത് എപ്പോഴും കാണാൻ പറ്റും. പ്രകൃതിയിൽ നമുക്ക് പോയിട്ട് ഇങ്ങനെ നടക്കൂ എന്ന് പറയാൻ പറ്റില്ല. പ്രപഞ്ചത്തിൽ അനന്ത സാധ്യതകളാണ്, അനന്തമായിട്ടുള്ള ഉൾക്കൊള്ളലാണ്, എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ എന്നിട്ട് തൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റണതാണ് പ്രകൃതി സദാ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പറയില്ലേ, ദ ഓൺലി തിങ് ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഈസ് ചേഞ്ച് എന്ന്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, സ്ഥിരമായിട്ടുള്ളത് മാറ്റം മാത്രമാണ് പ്രപഞ്ചത്തിൽ. മാറ്റം എന്നുള്ളതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല, അത് സ്ഥിരമാണ്. അത് ആ വസ്തുത നടക്കാനുള്ള കാരണം പ്രപഞ്ചത്തിൻ്റെ ആകാശ സ്വഭാവമാണ്. ആകാശത്തിന് നമ്മൾ ഈ കാണുന്ന ആകാശം എന്ന് പറയണു, അത് നമ്മൾ മേപ്പോട്ടാ നോക്കണം. ശരിക്കും ആകാശം അവിടെ മാത്രമല്ല, ഈ ഭൂമി തൊട്ട് മേലോട്ടുള്ളതൊക്കെ ആകാശമാണ്, അല്ലേ? ശരിക്കും ഇപ്പം നമ്മുടെ ഉള്ളിൽ വായ തുറന്ന അകത്തേക്ക് ആകാശമുണ്ട്, നമ്മുടെ അകത്തും പുറത്തും ആകാശമുണ്ട്. ഒരു കുടമാണെങ്കിൽ, പാത്രത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ആകാശമുണ്ട്, പുറത്തും ആകാശമുണ്ട്. അതിനെ ഘടാകാശം എന്ന് പറയും. ഘടാകാശം, ഘടകത്തിൻ്റെ ഘടാകാശം വെച്ചാൽ ഘടത്തിൻ്റെ അകത്തുള്ള ആകാശം.
അത് അകത്ത സ്പേസാണ്, പുറത്ത് സ്പേസാണ്. അപ്പോൾ സ്പേസ് പെർമിയേറ്റ്സ് എവ്രിവെയർ. അതെല്ലാം അവിടെയുണ്ട്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കണം. അങ്ങനെയുള്ള എൻ്റെ സ്വഭാവം എന്തായിരിക്കും? അത് ഏത് സാധ്യതയും ഉൾക്കൊള്ളും, ഏത് പോസിബിലിറ്റീസും ഉണ്ട് അതിൽ ഒരു കാര്യം നടക്കാൻ. ഒന്ന് സൂക്ഷിച്ച് ആലോചിച്ചാൽ മനസ്സിലാവും ആർക്കും. ചിലപ്പോൾ പെട്ടെന്നൊരു സാധാരണ തിങ്കിങ്ങിൽ അത് കിട്ടിയെന്ന് വരില്ല. പിന്നെ വരണം എന്താ, അനന്തമായ അബ്സോർപ്ഷൻ സാധ്യതയാണ്. എന്തിനെയും ഉൾക്കൊള്ളും, ആക്സെപ്റ്റ് ചെയ്യും. ആകാശം എന്തിനെ ആക്സെപ്റ്റ് ചെയ്യും? ആകാശത്തേക്ക് എന്തിട്ടാലും അതിനൊരു സ്പേസ് അവിടെയുണ്ട്. അതല്ലേ സ്പേസ് എന്ന് നമ്മളതിന് പറയണത്, അല്ലേ? അപ്പോൾ ആകാശത്തിൻ്റെ റൂൾ അതാണ്. പിന്നെ വായുവാണ്. വായുവിൻ്റെ ക്വാളിറ്റി ഏറ്റവും പ്രധാനം. എങ്ങനെ വായു ബിഹേവ് ചെയ്യണത്? വായു ബിഹേവ് ചെയ്യണത് സദാ ചലനത്തിൽ കൂടെ, മോഷൻ. പ്രപഞ്ചത്തിൻ്റെ അടുത്ത സ്വഭാവമാണ് മോഷൻ അല്ലേ? മൂവ്മെൻറ്റുകൾ കൊണ്ടാണ്. അവിടെ വായു എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുന്നത് മാത്രമല്ല, ചലനമായിട്ടുള്ളത് എന്തും. ഇപ്പം മറ്റ് യൂണിവേഴ്സുകളിൽ പോയി കഴിഞ്ഞാൽ, മറ്റ് സോളാർ സിസ്റ്റങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഈ ഔട്ടർ സ്പേസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. നമ്മുടെ കെമിക്കലി നോക്കിക്കഴിഞ്ഞാൽ, കെമിസ്ട്രിയുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ ഋഷിമാർ എന്തൊക്കെ ചലിക്കുന്നുണ്ടോ പ്രപഞ്ചത്തിൽ, അതിനൊക്കെ വായു എന്ന് വിളിച്ച്. വായോ യഥേ സഹസ്രണോ രഥാസസ്തേബിരാഗഹി നിത്യുത്വാന സോമപീതയെന്ന് വേദമന്ത്രമുണ്ട്. അതിൻ്റെ സൂക്ഷ്മാർത്ഥം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വായു ചലനമാണ്. വായു ചലനമാണ്, ചലിക്കുന്നതൊക്കെ. എവിടെയൊക്കെ സാധ്യതകൾ ഉൾക്കൊള്ളണോ, എവിടെയൊക്കെ എല്ലാറ്റിനെയും ആഗിരണം ചെയ്യണോ, ആക്സെപ്റ്റ് ചെയ്യണോ, അത് ആകാശം, പ്രപഞ്ചത്തിൻ്റെ ഫസ്റ്റ് ബിഹേവിയർ. അതുകൊണ്ട് ഇവിടെ ബിഹേവിയറാണ്. നമ്മൾ കാണുന്ന ഈ ആകാശത്തിനെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മനസ്സാകാശമാണ്. നമ്മുടെ മനസ്സിലാണ് സാധ്യതകളുള്ളത്, നമ്മുടെ മനസ്സിനാണ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യണത്. അതാണ് ചിദംബരം, മനസ്സിൻ്റെ ആകാശം. അതിൽ നിറഞ്ഞിരിക്കുന്ന ചലനം വായു. അപ്പോൾ എന്ത് ചലനവും, മനസ്സിൻ്റെ ചലനം വായുവാണ്. മനോജവം മാരുത തുല്യവേഗം നമ്മൾ എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞത്? കാരണം ഏറ്റവും വലിയ ചലനം അതാ ചിന്തയാണ്. ചിന്തയുടെ സ്പീഡ് ലോകത്തിലൊന്നിനുമില്ല. ഒരാളുടെ ചിന്തകളാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഈ ലോകത്തിൽ. അത് പ്രകാശത്തിനേക്കാളും സ്പീഡാണ്. 3 ലക്ഷം km/s സഞ്ചരിക്കണ പ്രകാശത്തിനേക്കാളും വേഗതയാണ് ചിന്തകൾക്ക്, തോട്ട്സിന്. ഒരു സംശയമില്ല അതിൽ. അതുകൊണ്ട് ചോദിക്കണ്ടല്ലോ, യക്ഷൻ ദുഷ്ടൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ, ലോകത്തെ ഏറ്റവും വേഗത കൂടിയത് എന്താ? ചിന്തയാണെന്നാണ് പറയുക. യക്ഷപ്രശ്നത്തിൽ വരുന്നുണ്ടല്ലോ മഹാഭാരതത്തിൽ. ആ മനസ്സിൻ്റെ വേഗതയെക്കാട്ടിലും വേഗതയെ സഞ്ചരിക്കുന്നവൻ എന്നുള്ള സങ്കല്പം കൊണ്ടാണ് ഹനുമാനെ മനോജവൻ എന്ന് വിളിക്കുന്നത്. ഈവൻ മാരുതൻ എന്ന വാക്ക് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കിടക്കണം. ഈ ചലനശക്തിയാണ്. അത് ഈ ചലനത്തിന് എവിടെയും ചലനമായിട്ടുള്ള എൻ്റെ ശക്തി അപരിമേയിരിക്കും. അതാണ് വായു. ഭയങ്കര പവർഫുള്ളാണ്. പ്രപഞ്ചത്തിനെ മുഴുവൻ പിടിച്ച് കുലുക്കാൻ പറ്റുന്നൊരു ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് വായുവാണ്. ആ ശക്തിയാണ് വായുദേവൻ്റെ ശക്തി. അതുകൊണ്ടാണല്ലോ വായുവിൻ്റെ മക്കളൊക്കെ അതിശക്തന്മാരാവുന്നത്. ഭീമൻ, ഹനുമാൻ, ഇവരൊക്കെ അതിശക്തന്മാരാവുന്നതിൻ്റെ കാരണമാണ്. അപ്പോൾ വായു ഓൾവേസ് മോഷനാണ്. ഗോളങ്ങളുടെ മൂവ്മെൻറ്റുകൾ, ഉൽക്കകളുടെ മൂവ്മെൻറ്റുകൾ, മിറ്റിയോറുകളുടെ, ഗാലക്സികളുടെ മൂവ്മെൻറ്റുകൾ, സൂപ്പർനോവകളുടെ എക്സ്പാൻഷൻസ്. ആസ്ട്രോണമിയിൽ നമ്മൾ കാണുന്ന ഏത് ചലനവും, മൈക്രോകോസത്തിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഏത് ചലനവും, നമുക്ക് കൈയും കാലും അനക്കാനൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? പ്രാണൻ ചലിക്കുന്നുണ്ടാണ്. അവിടെ മൂവ്മെൻറ്റ് അല്ലേ? പ്രാണൻ ചലിക്കുന്നുണ്ടാണ്. നമുക്ക് എന്തുകൊണ്ടാണ് കളരി നടത്താൻ പറ്റുന്നത്? എന്തുകൊണ്ട് ഒരാളെ അടിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ട് ഒരാളെ സ്നേഹത്തോടെയോ രൂക്ഷമായിട്ടോ നോക്കാൻ പറ്റുന്നത്? പ്രാണനെ നമ്മൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യണം അവിടേക്കാണ് നമ്മുടെ പോക്ക്. യഥോ ഹസ്ത തഥോ ദൃഷ്ടി തഥോ മന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ? ഈ മനസ്സിനെ നമ്മൾ കൊണ്ടുവന്നത് വായുവിനെ കൊണ്ടാണ്. അതുകൊണ്ട് കഥകളിയിലൊക്കെ പറയും മുദ്ര കൊടുക്കുമ്പോൾ വായു കൊടുത്തിട്ട് വേണം. അല്ല അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കിയാൽ അവിടേക്ക് വായു പ്രാണനെ അങ്ങോട്ട് ചലിപ്പിക്കണം. അപ്പോൾ വായു ഇല്ലാതെ ചലനമില്ല. ഇപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയോ? ഋഷിമാരെന്താ ചെയ്തിരിക്കണുണ്ടല്ലേ? അവരെങ്ങനെ പ്രപഞ്ചം ഉണ്ടാക്കിയെന്നല്ല നോക്കിയത്, പ്രപഞ്ചം എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കിയത്. പ്രപഞ്ചം സകല സാധ്യതകൾ ഉൾക്കൊള്ളുന്നു, പ്രപഞ്ചം എല്ലാറ്റിനെയും ആഗിരണം ചെയ്യണം. അപ്പോൾ അത് ആകാശം എന്ന് പറയണ അതിൻ്റെ ബിഹേവിയറാണ്. പ്രപഞ്ചത്തിൽ സകലതും ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കരുതുന്ന ചലിക്കുന്നില്ല എന്ന് കരുതുന്നതിൽ പോലെ ആറ്റംസ് ചലിക്കുന്നുണ്ട്, മോളിക്യൂളുകൾ ചലിക്കുന്നുണ്ട്, അകത്ത് ചലനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇത് വായു. ആ വായു പ്രാണനാണ്, സകല വസ്തുക്കളുടെയും പ്രാണനാണ്. ഈ പ്രാണൻ തന്നെയാണ് ബോധു ഒരു തരത്തിൽ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വേദാന്തത്തിലേക്ക് നമ്മളിങ്ങനെ പോവും. അവിടെ ആ ഏരിയയിലൊന്ന് പിടിച്ച് കഴിയുമ്പോൾ വായു വളരെ വിശേഷമായിട്ടൊരു ഏരിയയാണ്. അതവിടെ നിൽക്കട്ടെ, താല്പര്യമുള്ളവർക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ചിന്തിച്ച് കണ്ടുപിടിക്കാം. നമുക്ക് നമ്മുടെ കോർ ടോപ്പിക്കിലേക്ക് പോവാം. മൂന്നാമത്തത് അഗ്നിയാണ്. അഗ്നി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അഗ്നി എന്താ ചെയ്യുന്നത്? പരിവർത്തനമാണ്. എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് പ്രകൃതിയിൽ വരുന്നുണ്ടോ, പ്രപഞ്ചത്തിൽ വരുന്നുണ്ടോ, അത് മുഴുവൻ അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ തീ പിടിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അറിയുന്ന ഒരു ഓക്സിഡേഷൻ അല്ലാതെ എവിടെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ, പ്രപഞ്ചത്തിൽ രൂപമാറ്റം സംഭവിക്കുന്നുണ്ടോ, പദാർത്ഥ സ്വഭാവം മാറുന്നുണ്ടോ, അതൊക്കെ അഗ്നിയുടെ പ്രോപ്പർട്ടിയാണ്. അഗ്നി ഇല്ലെങ്കിൽ റിയാക്ഷൻ ഇല്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകും, എച്ചിൽ പിടിച്ചിരിക്കണം, എത്ര വെള്ളമിട്ട് കഴുകിയിട്ടും പോണില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ചുടുവെള്ളം കൊണ്ട് വേണമെങ്കിൽ കഴുകാം. ചുടുവെള്ളം കൊണ്ട് കഴുകുമ്പോൾ എന്താ, അതിൻ്റെ മോളിക്യൂൾസൊക്കെ ഒന്ന് വേർപെടും. അപ്പോൾ ആ സ്റ്റീൽ പ്ലേറ്റിൽ എവിടെ ഒട്ടിയിരിക്കണമെന്ന് വെച്ചാൽ അതൊന്ന് വിട്ട് അത് പോവും. ഇതേ വിദ്യയാണ് നമ്മൾ വിമ്മോ മറ്റ് ഈ കഴുകുന്ന ഡിറ്റർജൻറ്റ് പൊടികൾ ഇട്ടിട്ട്, ഡിറ്റർജൻ്റ് അല്ല, നമ്മൾ ഡിഷ് വാഷിംഗ് പൊടികൾ ഇട്ടിട്ടോ ലോഷൻ ഇട്ടിട്ടോ കഴുകുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഹീറ്റാണ് ഉണ്ടാക്കണത്. അത് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് കൈ തൊലി പോവും, പൊള്ളും. അവിടെയും തീയാണ്. പക്ഷെ അവിടെ നമ്മൾ അവിടെ എവിടെ തീ എന്ന് ചോദിക്കില്ല. അഗ്നിയുടെ സ്വഭാവം വെള്ളത്തിലേക്ക് വരുമ്പോൾ വെള്ളം ശുദ്ധമാവും. അതാണ് ചുടുവെള്ളത്തിന് ശുദ്ധി കൂടും. ചക്രവർത്തി സ്വഭാവമുള്ള ദേവതകൾക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ അഭിഷേകം. ഇപ്പോൾ ഉദാഹരണത്തിന് രംഗനാഥസ്വാമിക്ക് ശ്രീരംഗത്ത്, കേരള സമ്പ്രദായത്തിൽ അതില്ലാത്തുള്ളൂ, ശ്രീരംഗത്ത് ലളിതാപരമേശ്വരിക്ക്, അവരൊക്കെ ചക്രവർത്തി സ്വഭാവം ഉണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക. എന്താ വെച്ചാൽ അഗ്നി തൊട്ടാൽ ശുദ്ധമാവും എന്നുള്ളതാണ്. ജലം സ്വയമേവ ശുദ്ധമാണ്, എന്നാലും അതിനെ കുറച്ചുകൂടെ ശുദ്ധി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ സമമാക്കി, ചൂട് സമമാക്കിയിട്ട് ഇതാക്കുക. അപ്പോൾ അഗ്നി തൊട്ട ശുദ്ധിയാണ്. എന്ത് ശുദ്ധി? എന്താണോ അതിൻ്റെ റിയൽ സ്റ്റേറ്റ്, അതിൻ്റെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് ബാക്കി അവശേഷിക്കുന്ന അതിൻ്റെ കോറാക്കിയിട്ട് അഗ്നി മാറ്റും. ഏകോപശിഷ്ട ശിവ കേവലോഹം. എല്ലാം നശിച്ചാൽ അവശേഷിക്കണ ശിവഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന പറയും അഗ്നി. ചാരം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഘടനയെ മാറ്റിക്കളയും. നമ്മൾ ഐസിനെ ചൂടാക്കിയ ഐസിൻ്റെ ഘടന മാറി വെള്ളവും, വെള്ളം ചൂടായാൽ അതിൻ്റെ ഘടന മാറി നീരാവിയാവും. അതിന് ഇനിയും ചൂടാക്കിയാൽ ചിലപ്പോൾ ജലത്തിൻ്റെ സ്വഭാവം മാറിയിട്ട് സ്പ്ലിറ്റായി പോകും ആറ്റംസ്. ഹൈഡ്രജൻ വേറെ ഓക്സിജൻ വേറെ ആവാം. അതാണ് വാസ്തവത്തിൽ കറണ്ട് കടത്തി വിടുമ്പോൾ ഇലക്ട്രോളിസിസിൽ സംഭവിക്കുന്നത്. അഗ്നിയാണത്. അവിടെ അഗ്നിയാണ് കടത്തിവിടുന്നത്. അഗ്നിയുടെ വേറൊരു കൂടിയ ഫോമിനെ നമ്മൾ ജലത്തിൽ കൂടെ കടത്തിവിട്ടാൽ ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് അത് വേർപിരിയും. അപ്പോൾ എന്താ? പരിവർത്തനമാണ്, മാറ്റം, ഹെവിയായിട്ടുള്ള മാറ്റമാണ് വരുന്നത്. എന്തും മാറ്റുന്നത്, പ്രപഞ്ചത്തിലെ എന്തും മാറ്റുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്ത് വരികയാണ്. പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ ബിഹേവിയർ അനന്ത സാധ്യതകളാണ്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും സാധിക്കും. അതിന് ചലനമുണ്ട്. അത് പരിവർത്തനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ മൂന്ന് സ്വഭാവങ്ങളുടെയും അടിസ്ഥാന ഫോഴ്സിന് കൊടുത്ത പേരാണ് ആകാശം, വായു, അഗ്നി. സാധ്യതകൾ ഉൾക്കൊണ്ട്, സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുന്നതിനൊക്കെ ഉൾക്കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മാറ്റം സംഭവിക്കുമ്പോൾ അടുത്ത ഭൂതം ഉത്ഭവിക്കും, ജലം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജലത്തിൻ്റെ സ്വഭാവം അടിസ്ഥാനപരമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒഴുക്ക് ഫ്ലോ അതിൻ്റെ. രണ്ടാമത് പ്രപഞ്ചത്തിൻ്റെ ഒഴുക്ക്. പ്രപഞ്ചം അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുക, വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ടൈമിലും സ്പേസിലും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? അതായത് അതിന് സ്റ്റോപ്പില്ലാത്ത ചലനമാകുമ്പോൾ, വായുവാണ് ചലനം എന്നുണ്ടെങ്കിൽ, ചലനത്തിൻ്റെ സ്വഭാവമെങ്കിൽ അതിനൊരു സ്റ്റോപ്പേ വരുന്നില്ലെങ്കിൽ അതിന് ജലസ്വഭാവമായി. അത് ഒഴുകിക്കൊണ്ടിരിക്കുക. കാറ്റ് പോലും ആസ് ചിലപ്പോൾ നിൽക്കും, ജലം ഒരു സ്ഥലത്ത് നിൽക്കില്ല. അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ വല്ലതും വെക്കണം. എന്നാലും അതിൻ്റെ ഉള്ളിൽ കറണ്ടുകൾ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും? കുളത്തിൻ്റെ ഉള്ളിൽ ഒഴുക്കുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ തന്നെ നീരൊഴുക്കുകൾ അകത്തുണ്ടാവും. അതേമാതിരി തന്നെ ഒരു നദിയിൽ നമുക്ക് വേറൊരു കളറിൽ കാണാം, കടലിൽ തന്നെ നമുക്ക് വേറൊരു കളറിൽ കാണാം. നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മാത്രമല്ല ജലത്തിൻ്റെ അടുത്ത സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ജലമാണ്. കൂട്ടിയിണക്കും.
അലിയിപ്പിക്കും, ഒന്നിച്ചു കൊണ്ടുവരും, പല കൈവഴികളെ ഒന്നിച്ചു കൊണ്ടുവരും, പദാർത്ഥങ്ങളെ കൊണ്ടുവരും. മലകളിൽ കിടക്കണ ഉപ്പിനെ എടുത്തിട്ട് കടലിൽ കൊണ്ട് തട്ടണു, മിനറൽസിനെ കൊണ്ട് തട്ടണു, അത് പോകുന്ന വഴിക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒഴുകുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ നാലാമത്തെ പ്രധാനത്തെ സ്വഭാവമാണ്. ഇങ്ങനെയല്ലേ പ്രകൃതി നിൽക്കുന്നത്. അത് പ്രപഞ്ചത്തിൻ്റെ വിശാലമായിട്ടുള്ള ബ്രഹ്മാണ്ടാവസ്ഥയിലാണെങ്കിലും ഒരു എന്താ പറയുക ഭൂമിയുടെ കണക്കിലാണെങ്കിലും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ കണക്കിലാണെങ്കിലും ലോക്കൽ പ്രകൃതികളിലാണെങ്കിലും ഓരോ ഗ്രാമത്തിനും ഓരോ ക്ലൈമറ്റ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലും ഇൻ്റഗ്രേഷൻ. രക്തം ജലതത്വ. രക്തം എന്താ ചെയ്യണത്? ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, കൂട്ടിയണക്കണം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വേണ്ട സപ്ലൈകൾ കൊടുക്കുന്നതും അതേപോലെ തന്നെ ഓരോ സ്ഥലത്തും ഈ മെറ്റീരിയൽ അതിന് വേണ്ട പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കും, ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ എല്ലാവരും തമ്മിൽ കണക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് രക്തത്തിലൊരു ദൂഷ്യം വന്നാൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കും. ഇപ്പോൾ ബ്ലഡിലെ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ വേറെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ ക്യാൻസർ വരാം. കാരണം ഈ കൂട്ടി കണക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ശരീരത്തിലും ഒരു ഉറുമ്പിൻ്റെ ശരീരത്തിലും ആനയുടെ ശരീരത്തിലും തിമിംഗലത്തിൻ്റെ ശരീരത്തിലും പ്രപഞ്ച ശരീരത്തിലും ഒക്കെ ജലതത്വം അപ്പ് എന്നാ പറയുന്നത്. അപ്പ് എന്ന് പറഞ്ഞാൽ ജലം. ആ ജലതത്വം ചെയ്യുന്നത് എന്താ? ഒഴുകുക, കൂട്ടിയിണക്കുക. ഇതാണ് പ്രകൃതിയുടെ നാലാമത്തെ. അപ്പോൾ സാധ്യതകൾ ഉൾക്കൊള്ളൽ, ചലനം, പരിവർത്തനം, ഒഴുക്ക്, എന്താ പറയുക കൂട്ടിയിണക്കുക. പ്രകൃതിയുടെ ഹോൾ മെക്കാനിസം വന്നു. അതല്ലേ സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ പ്രപഞ്ചത്തിന് സ്ഥിരത കൈവരിക്കാൻ പറ്റും. ഇതുള്ളതാണ് ഒരു സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞ് പോസിബിലിറ്റീസ് അറിയുക, ആക്സെപ്റ്റൻസ് ഉണ്ടാവുക, മോഷൻ മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, സ്റ്റാഗ്നൻ്റ് ആവരുത്. സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഐഡിയകളാണെങ്കിലും അല്ലേ ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കണ ആശയങ്ങൾ ആ നാടിനെ തന്നെ നശിപ്പിക്കും, മനസ്സിനെ നശിപ്പിക്കും. നമ്മളിൽ സദാ മൂവ്മെൻറ്റുകൾ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും. ശരിയായിട്ടുള്ള പരിവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം ഒഴുകും, എല്ലാറ്റിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യും, സമഗ്രമാക്കും. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാലേ പറയാം അയാളുടെ ലൈഫ് സ്റ്റേബിളായിരുന്നു. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കണം. ആ സ്റ്റെബിലിറ്റിയാണ് പൃഥ്വിതത്വം. സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോൾ എന്താ? സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം, ഘടന. അപ്പോൾ സ്ഥിരതയും ഘടനയാണ് ഭൂമിതത്വം. സ്ഥിരതയും ഘടനയും വന്നു കഴിഞ്ഞാൽ അവിടെ അത് ഉറച്ചു. ഈ സ്ഥിരതയും ഘടനയും നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇന്നും നിലനിന്ന് പോണത്. അതിന് കാരണം എന്താ? അവിടെ കൃത്യമായിട്ടുള്ള ഒഴുക്കുണ്ട്, റിസോഴ്സുകളുടെ. പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും റിസോഴ്സുകളുടെ ഒഴുക്കുണ്ട്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഇൻ്റഗ്രേറ്റഡാണ്, സമന്വയിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു? അതാത് കാലങ്ങളിൽ പഴയത് മാറി പുതിയതായിക്കൊണ്ടിരിക്കുക, നവമായിക്കൊണ്ടിരിക്കുക എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഫോഴ്സാണ്. അതിനാണ് നമ്മൾ സംഹാരശക്തി എന്ന് പറയുന്നത്. സംഹാരം ഉണ്ടെങ്കിലേ സൃഷ്ടിയുള്ളൂ. സംഹാരത്തിനാണ് പ്രാധാന്യം. ഇപ്പോൾ ബാലാമന്ത്രത്തിൽ ആദ്യം വരുന്നത് സംഹാര ബീജ, സൃഷ്ടിയുടെ ബീജമല്ല വരണം. എന്തുകൊണ്ടാണ് അതങ്ങനെ വരാൻ കാരണം? ഇതാണ് കാരണം. ആ ഫോഴ്സ്, പരിവർത്തനത്തിൻ്റെ ഫോഴ്സ് കറക്റ്റായിട്ട് വരണമെങ്കിൽ മൂവ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, ചലനം വേണം. ചലനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പ്രപഞ്ചം സാധ്യതകൾ കണ്ടെത്തുകയും ഉൾക്കൊണ്ടുകയും ചെയ്യണം. അപ്പോൾ എന്തായി? ഭൂമിയിൽ നിന്ന് നമ്മൾ റിവേഴ്സ് ആകാശത്തേക്ക് പോകും. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ സമഗ്രമായ ഘടന എന്ന് മഹർഷിമാർ കണ്ടെത്തി. അതുകൊണ്ട് ആ കണ്ടെത്തലായതുകൊണ്ട് അത് നിരീക്ഷണമാണ്, കൽപ്പനയല്ല. എന്തോ അങ്ങനെ സങ്കല്പിച്ച ഇത് ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതാണ് പ്രോപ്പർ ഒബ്സർവേഷൻസിലൂടെ. അതാണ് എങ്ങനെ പ്രപഞ്ചം ബിഹേവ് ചെയ്യും, ഈ ലോകം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് അവരന്വേഷിച്ചത്. ഈ ലോകത്തിന് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്നല്ല അവരന്വേഷിച്ചത്. കാരണം ആ പെരുമാറ്റമാണ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനം. ഈ ഉണ്ടായതിൻ്റെയും തത്വം കൊണ്ടാണ് ഈ പെരുമാറൽ. അഗ്നിയെ പോലെയല്ലേ പെരുമാറുള്ളൂ. അഗ്നി കൊണ്ടുള്ള ഏത് കെമിക്കലോ പദാർത്ഥമോ അഗ്നിയുടെ സ്വഭാവമായിരിക്കും. ഇപ്പം ഞാൻ പറയാം, ബേൺ ചെയ്യണ കെമിക്കൽസ് അത് അഗ്നി ഉണ്ടായില്ലേ അല്ലേ? അതെ. ഇപ്പോൾ നമ്മൾ ഡ്രെയിൻ ക്ലീനറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡ്രെയിൻ ക്ലീനർ കൈ വീണ പൊള്ളും. അതെപ്പോഴാണ്? ആ പൊടിയിൽ വെള്ളം വീഴുമ്പോഴാണ് അഗ്നിയുടെ സ്വഭാവം കാണിക്കണത്. നമ്മളെവിടെയും കണ്ടിട്ടുണ്ടോ? വെള്ളം വീണ് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടാസ്യമോ അല്ലെങ്കിൽ ഫോസ്ഫറസോ പോലെ വെള്ളം വീണാൽ കത്തുക. പ്രപഞ്ചത്തിലൊരു അത്ഭുതമല്ലേ ഇത്? അവിടെയാണ് നമ്മുടെ സ്ഥിരം വ്യവസ്ഥാപിതമായിട്ടുള്ള മണ്ടനാശയങ്ങളൊക്കെ പൊളിഞ്ഞ് തകർന്നത്. ഇത് 5 ഭൂതങ്ങളെയും നശിപ്പിക്കാൻ എങ്ങനെ പറ്റുന്നും ആചാര്യന്മാർ കണ്ടുപിടിച്ചു. കാരണം ഈ ബിഹേവിയർ കാരണം. അത് ആകാശത്തിനെ ഒരു മോശം വാക്കുകൊണ്ട്
നശിപ്പിക്കാൻ പറ്റും. കാരണം ശബ്ദമാണ് അതിൻ്റെ ഗുണം. ഒരു മോശം വാക്ക് പറഞ്ഞാൽ മതി. ഇത് പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അകത്തെ ആകാശത്തിനെ ഒരു മോശം ചിന്ത കൊണ്ട് നശിപ്പിക്കാം, പുറത്തൊരു മോശം വാക്കുകൊണ്ട് നശിപ്പിക്കാം. ശബ്ദമാണ് അതിൻ്റെ ഗുണം. മൈൻഡിൻ്റെ വോയിസ് എന്ന് പറയുന്നത് മധ്യമ എന്ന് പറയുന്നതാണ്. പരാപശ്യന്തി മധ്യമ, വൈഖരിയിലെ മധ്യമ, നമുക്ക് അകത്ത് കേൾക്കാൻ പറ്റണത്, സ്വപ്നത്തിൽ കേൾക്കുന്ന ഡയലോഗുകൾ, മൈൻഡ് വോയിസ്, അത് മനോ ആകാശത്തിൻ്റെ, ചിദംബരത്തിൻ്റെ, ചിതാകാശത്തിൻ്റെ ഗുണമാണ്. മനസ്സിൻ്റെ ശബ്ദമായിട്ടുള്ള മധ്യമ. പുറത്ത് ശബ്ദം തന്നെയാണ്, കേൾക്കണം. വൈഖരിയാണെങ്കിലേ പുറത്ത് കേൾക്കുള്ളൂ. ഇതിലൊരു മോശം വാക്ക് പറഞ്ഞാൽ അത് അശുദ്ധായി. ഇതൊരു നല്ല മന്ത്രം പറഞ്ഞാൽ, നല്ല വാക്ക് പറഞ്ഞാൽ അത് ശുദ്ധായി. വായുവിൽ ദുർഗന്ധം കൊടുത്താൽ, ഗന്ധമാണ് അതിൻ്റെ ഗുണം, വായു അശുദ്ധായി. വായുവിൽ സുഗന്ധം കൊടുത്താൽ ശുദ്ധായി. അഗ്നിയിൽ, അഗ്നി അവിടെ നിൽക്കട്ടെ, ജലത്തിൽ പോവാം. ജലത്തിലൊരു മാലിന്യം ഇട്ടാൽ ജലം അശുദ്ധായി. ജലത്തിൽ ഔഷധങ്ങളിട്ടാൽ ജലം ശുദ്ധായി. പാൽക്കടലിൽ എല്ലാ ഔഷധങ്ങളെയും കൊണ്ടിടാനാണ് പറഞ്ഞത്, പാൽക്കടൽ കടയണതിന് മുമ്പ്. പ്രപഞ്ചത്തിലുള്ള സകല മരുന്നുകളും പറിച്ചു കൊണ്ടിട്ടിട്ടാണ് അവർ പാൽക്കടലിൽ കടഞ്ഞത്. അതേപോലെ പൃഥ്വിയിൽ, ഭൂമിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ഭൂമി അശുദ്ധായി. ഭൂമിയിൽ നല്ല പോഷണങ്ങൾ കൊടുത്താൽ ഭൂമി ശുദ്ധായി. പക്ഷെ അഗ്നിയിലോ, അഗ്നിയിൽ എന്തിട്ടാലും അഗ്നിക്കൊന്നും സംഭവിക്കില്ല. അഗ്നി അതിനെ കാത്തിച്ച് ചാമ്പലാക്കി ശുദ്ധാക്കും. അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻറ്റ് എന്താണോ അതാക്കും. പിരിച്ച് പറഞ്ഞേക്കേണ്ട പ്രപഞ്ചത്തിലേക്ക് വിടേണ്ടതിനെ പഞ്ചഭൂതങ്ങളാക്കിയിട്ട് പിരിച്ചു കളയും. അതുകൊണ്ടാണ് ശവശരീരം ദഹിപ്പിക്കുന്നതും വസ്തുക്കൾ കത്തിക്കുമ്പോഴും സംഭവിക്കുന്നതാണ്. ചാരം മാത്രം അവശേഷിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശുദ്ധാശുദ്ധങ്ങളുടെ കണക്കിതാണ് പഞ്ചഭൂതങ്ങളിൽ. വാക്ക്, ഗന്ധം, അത് വാക്കച്ച ശബ്ദം, ഗന്ധം, മറ്റേ എന്താ പറയുക, അഗ്നിക്കാണെന്നുണ്ടെങ്കിൽ എന്തിട്ടാലും വിഷയമല്ല. അതിലേക്കൊരു വാക്ക് കൊടുത്താൽ പോലും കത്തിപ്പോകുന്ന പറയണം. പദാർത്ഥമാണെന്നൊരു നിർബന്ധമില്ല, ലിക്വിഡാണെങ്കിൽ കുഴപ്പമില്ല. മറ്റെല്ലാ ഭൂതങ്ങളെയും അഗ്നി ശുദ്ധീകരിക്കും. ആകാശത്തിൽ അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആകാശം ശുദ്ധവും, ഇടിമിന്നലുകൾ വരുമ്പോൾ. അതുകൊണ്ടാണ് ഈ ജേംസൊക്കെ നശിച്ചു പോവും, ഇടി മിന്നണം എന്ന് പറയും. ജേംസൊക്കെ നശിച്ചു പോവും, ഈ കീടാണുക്കളൊക്കെ നശിച്ചു പോവും. അന്തരീക്ഷ ശുദ്ധിക്ക് ഇടിമിന്നൽ അത്യന്താപേക്ഷിതമാണെന്ന് പറയും. അത് ഈവൻ മോഡേൺ സയൻസ് പോലും അത് പറയുന്നുണ്ട്. ജലത്തിലേക്ക് അഗ്നിയെ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ അഗ്നി നീരാവിയാവും, ഡിസ്റ്റിൽഡ് ആവും, ശുദ്ധമാവും, അല്ലെങ്കിൽ ഇലക്ട്രലൈസ്ഡ് ആവും. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും അത് സംഭവിക്കും, വിശ്ലേഷണം സംഭവിക്കും. ഭൂമിയിലേക്ക് അഗ്നിയെ കൊടുത്താൽ ഭൂമി ശുദ്ധമാവും. അതല്ലേ പണ്ട് കാലത്ത് പാടങ്ങളിൽ മൺകട്ടകളൊക്കെ കത്തിച്ച് അവിടെ തീയിടും, തീയിട്ടിട്ട് ശുദ്ധാക്കും. അതേമാതിരി തന്നെ അഗ്നി എന്താ പറയുക, വായുവിൽ പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി തന്നെ വായുവിലും ഇതേപോലെ മറ്റേ അഗ്നിയുടെ സ്വഭാവം കൊണ്ട് ഹവിസ്, ഹോമം, ഇങ്ങനത്തെ സംഭവങ്ങളെ കൊണ്ട് അന്തരീക്ഷ ശുദ്ധി അതിലും വരും, ആ വായു ശുദ്ധിയും വരും. അപ്പോൾ വായുവിൽ മറ്റൊരു ഭൂതത്തിനും ഇല്ലാത്തൊരു സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഭൂതങ്ങൾക്കൊന്നും സ്വയമേവ ശുദ്ധീകരിക്കാനോ മറ്റു ഭൂതങ്ങളെ ശുദ്ധീകരിക്കാനോ കഴിവില്ല. അഗ്നിക്ക് മാത്രമാണ് അത് കഴിയും. അഗ്നിക്ക് എല്ലാ ഭൂതങ്ങളെയും ശുദ്ധീകരിക്കാൻ പറ്റും. അവനവൻ എന്നും സ്വയം ശുദ്ധമാണ്. ഇങ്ങനെ ശുദ്ധാശുദ്ധങ്ങളുടെ കണക്കുള്ള. അതുകൊണ്ടാണ് ഈ ദേവതകളെയൊക്കെ നമ്മൾ അഗ്നിസ്വരൂപമായിട്ട് കാണുന്നത്. ഓക്കെ. പിതൃക്കളൊക്കെ ജലസ്വരൂപമാണ്, മനുഷ്യനൊക്കെ പൃഥ്വി സ്വരൂപമാണ്. നമ്മളൊക്കെ തൊടാനും കാണാനും വരും. അപ്പോൾ കാണാവുന്ന വസ്തുക്കളിലൊക്കെ പൃഥ്വി എന്ന് പറഞ്ഞ എലമെൻറ്റിനാണ് കൂടുതൽ. മറ്റ് എലമെൻറ്റുകളില്ല എന്നല്ല, നമ്മളൊക്കെ ജലവും അഗ്നിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഓരോന്നിലും ഓരോ ഭൂതം മുഴച്ച് നിൽക്കും, കൂടുതലായിരിക്കും. പിതൃക്കൾ ശരീരം വിട്ട് കഴിഞ്ഞാൽ ജലാവസ്ഥയാണ്. ആണ് നമ്മൾ തമിഴ് പോലും പ്രയത്നത്തിന് ആവി എന്നാണ് പറയുക, അല്ലേ? ദേവതകൾക്ക് അഗ്നിയാണ് സ്വരൂപം, ബ്രഹ്മത്തിന് ആകാശസ്വരൂപമാണ്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ഈ എന്താ പറയുക, ഓരോ ബീയിങ്സിന് വരെ ഭൂതസ്വഭാവങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ ബിഹേവിയർ പഠിച്ചിട്ടാണ് ആചാര്യന്മാർ. അതാണ് മനസ്സിലാക്കേണ്ടത്.